ഓപ്പറേഷൻ നുങ്കൂറിൽ കസ്റ്റംസിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഒപ്പം പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് നടൻ ദുൽഖർ സൽമാൻ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ നുങ്കൂർ അപ്പോ കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ താരം ഹർജി നൽകിയിരിക്കുന്നത് ഹൈക്കോടതിയിൽ. ഈ നിയമവിധേയമായാണ് താൻ വാഹനം വാങ്ങിയതെന്നും ദുൽഖർ ഈ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സഹിൻ ആന്റണി കൂടുതൽ വിശദീകരണവുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്, വിശകലനവുമായിട്ട്. സഹിൻ, ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ട ദുൽഖറിന്റെ 4 വാഹനങ്ങളാണ് ഇപ്പോൾ സംശയനിഴലിലുള്ളത്. 2 ലാൻഡ് റോവറും 2 നിസാൻ വാഹനങ്ങളും. ഇതിൽ ഒന്നാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുള്ളത്. അപ്പോൾ അടുത്ത ദിവസം ദുൽഖറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു കസ്റ്റംസ്. ഹർജിയിൽ എന്തൊക്കെയാണ് ദുൽഖർ പറഞ്ഞിരിക്കുന്നത്? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ 4 വാഹനങ്ങൾ, അതായത് 2 ലാൻഡ് റോവറും 2 നിസാനും, അങ്ങനെ 4 വാഹനങ്ങളുണ്ട്. ഇതിൽ 2 വാഹനങ്ങൾ ദുൽഖർ മാറ്റി എന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത്. ശേഷിക്കുന്ന 2 വാഹനങ്ങളിൽ ഒന്ന് ലാൻഡ് റോവർ, ആ വാഹനം ഇവർ കണ്ടുകെട്ടുകയും അത് കസ്റ്റംസ് ഓഫീസിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് സേഫ് കസ്റ്റഡിയിൽ, ദുൽഖറിൻ്റെ സേഫ് കസ്റ്റഡിയിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ ദുൽഖർ സൽമാൻ പറയുന്നത് കസ്റ്റഡിയിലുള്ള വാഹനം എത്രയും പെട്ടെന്ന് തനിക്ക് വിട്ടുകിട്ടണമെന്നുള്ളതാണ്. താൻ ഈ വാഹനം വാങ്ങിയിരിക്കുന്നത് നിയമപരമായിട്ടാണ്. എല്ലാ രേഖകളും പരിശോധിച്ച ശേഷമാണ് ഈ വാഹനം വാങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ നിയമമനുസരിച്ച്, നമ്മുടെ നാടിൻ്റെ നിയമം അനുസരിച്ചാണ് ഈ വാഹനം വാങ്ങിയിരിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് കസ്റ്റംസ് ഈ വാഹനം പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തിന് വലിയ രീതിയിൽ അപമാനം ഉണ്ടായതായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു, കോടതിയെ ധരിപ്പിക്കുകയാണ്. കൂടാതെ അദ്ദേഹം പറയുന്നത് വാഹനം പിടിച്ചെടുത്തതിലൂടെ വ്യക്തിപരമായ അപമാനം തനിക്ക് സഹിക്കേണ്ടി വന്നു. മറ്റൊന്ന് ലഹരിക്കടത്ത്, ഒപ്പം തന്നെ കള്ളക്കടത്ത്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് ലാൻഡ് റോവർ ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നു. അതും തനിക്ക് വലിയ അപമാനത്തിന് കാരണമായി എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. പിന്നീട് ഈ പ്രചരണങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് അറിയില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വാഹനം എങ്ങനെയാണ് താൻ സ്വന്തമാക്കിയത് എന്ന് അദ്ദേഹം രേഖകൾ സഹിതം കോടതിയിൽ വിശദീകരിച്ചിട്ടുമുണ്ട്. മറ്റൊന്ന്, കോടതിയിൽ സമർപ്പിച്ച ഇൻവോയ്സ് അനുസരിച്ച് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് ന്യൂഡൽഹിയിലെ ഒരു റീജിയണൽ ഓഫീസിലെ വേണ്ടിയാണ് ഈ വാഹനം അവിടെ എത്തിച്ചിരിക്കുന്നത്. പിന്നീട് ഈ വാഹനം തമിഴ്നാട് പുതുക്കോട്ടയിലെ താജ്മഹൽ ടുബാക്കോ പ്രൈവറ്റ് ലിമിറ്റഡാണ് സ്വന്തമാക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ ഹബീബ് മുഹമ്മദിൽ നിന്നും ആർത്തി പ്രൊമോട്ടേഴ്സ് വാഹനം വാങ്ങുന്നുണ്ട്. 4മതായിട്ടാണ് ദുൽഖർ സൽമാൻ്റെ കയ്യിലേക്ക് ഈ വാഹനം എത്തുന്നത്. അതായത് 3 പേർ തനിക്ക് മുന്നേ ഈ വാഹനം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ദുൽഖർ സൽമാൻ കോടതിയെ ചൂണ്ടിക്കാണിക്കുന്നു. 2004 മുതൽ ഒരു വാഹനം എങ്ങനെയൊക്കെ കൈമാറാമോ അതെല്ലാ രീതിയിൽ കൈമാറിയതിനു ശേഷമാണ് ഈ വാഹനം തൻ്റെ പക്കൽ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ചൊവ്വാഴ്ച കസ്റ്റംസ് എത്തിയപ്പോൾ തൻ്റെ പ്രതിനിധി ഈ പറയുന്ന രേഖകളെല്ലാം തന്നെ ഉദ്യോഗസ്ഥരെ കാണിച്ചതാണ്. പക്ഷേ ഉദ്യോഗസ്ഥർ ആ വാഹനം പിടിച്ചെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എത്രയും പെട്ടെന്ന് തനിക്ക് തന്നെ വാഹനം വിട്ടുകിട്ടണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം ദുൽഖർ സൽമാൻ്റെയും ഒപ്പം തന്നെ മറ്റ് സിനിമാ താരങ്ങളുടേക്കും എല്ലാം അടക്കം 38 വാഹനങ്ങളാണ് അന്ന് പിടിച്ചെടുത്തിരുന്നത്. ഇതിൽ തന്നെ പല വാഹനങ്ങളും കസ്റ്റംസ് സേഫ് കസ്റ്റഡിയിൽ ഏൽപ്പിക്കുകയായിരുന്നു. 4 വാഹനങ്ങൾ മാത്രമാണ് കസ്റ്റംസ് ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. ആ വാഹനങ്ങളിലൊന്ന് ദുൽഖർ സൽമാൻ്റെ വാഹനമാണ്, 2 അമിത് ചക്കാലക്കലിൻ്റെ വാഹനമാണ്. അങ്ങനെ 4 ഒന്ന് തൃശ്ശൂരുള്ള ഒരു വ്യവസായിയുടെ വാഹനമാണ്. അങ്ങനെ 4 വാഹനങ്ങളായിരുന്നു അന്ന് കസ്റ്റംസ് കൊണ്ടുവന്നിരുന്നത്. ഇതിൽ തൻ്റെ വാഹനം വിട്ടുകിട്ടണമെന്ന് കാണിച്ചുകൊണ്ടാണ് ദുൽഖർ സൽമാൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. അപ്പോൾ കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ടുള്ള കസ്റ്റംസിന്റെ അന്വേഷണം തുടരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടിരുന്നു കസ്റ്റംസ് കൂടുതൽ പരിശോധനകൾക്കായി കൂടുതൽ ഉദ്യോഗസ്ഥരുടെ സേവനമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ഉദ്യോഗസ്ഥർ കൂടി ഈ സംഘത്തിന്റെ ഭാഗമാകും, അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി തീരുകയാണ്. മാത്രമല്ല, ഇപ്പോൾ അറസ്റ്റിലായ മൂവാറ്റുപുഴ സ്വദേശിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒരിടത്ത് പുരോഗമിക്കുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം അമിത് ചക്കാലക്കൽ സമർപ്പിച്ച കുറേ അധികം രേഖകളാണ്. അപ്പോൾ അതിലെയും അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് കസ്റ്റംസ് പ്രിവെൻറ്റീവിന്റെ നീക്കം.